നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദമാമിൽ കോഴിക്കോട് സ്വദേശിയായ ബ്രിട്ടോ എന്ന മനുഷ്യനും കുവൈറ്റിൽ മലയാളിയായ ഒരു നേഴ്സും യമൂവിൽ ആശിഷ് വാസുവും മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളികൾക്ക് ഏറെ സങ്കടത്തിലേക്ക് നയിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സൗദി അറേബ്യയിലെ ദമാമിൽ കോഴിക്കോട് സ്വദേശി വാഹനാപകടത്തിലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കണ്ണവേലിൽ ബ്രിസ്റ്റോ യോഹന്നാൻ എന്ന 29 വയസ്സുകാരനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇങ്ങനെയൊരു അപകടം നടന്നത്. ബ്രിസ്റ്റോ ഓടിച്ചിരുന്ന കൊറോള കാർ ദമാം കേദരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടൈലറിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകർന്ന് ഇദ്ദേഹം തൽക്ഷണം മരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ദമാം അഡ്വാൻസ് വേൾഡ് AC കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു ബ്രിസ്റ്റോ. ക്യാൻസർ രോഗിയായിരുന്ന ബ്രിസ്റ്റോയുടെ പിതാവ് യോഹന്നാൻ മരണപ്പെട്ട് ഞായറാഴ്ച 1 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് യുവാവിന്റെ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. അടുത്തയാഴ്ച ബ്രിസ്റ്റോ അവധിക്കായി നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഈ അപകടം ഉണ്ടായത്. മോളി യോഹന്നാനാണ് മാതാവ്. ക്രിസ്റ്റി യോഹന്നാൻ ഏക സഹോദരനുമാണ്. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സാമൂഹ്യ പ്രവർത്തകർ നാസ്വാക്കിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടി. കുവൈറ്റ് സിറ്റിയിലാണ് വാഹനാപകടത്തിൽ ഒരു മലയാളി നേഴ്സ് മരിച്ചത്. KOCക്ക് വേണ്ടി കരാർ കമ്പനി മുഖേന ജോലി ചെയ്യുന്ന മേഴ്സി ബിജു ആണ് മരിച്ചത്. അബ്ബാസിസിയിൽ KOC ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന നഴ്സുമാർ സഞ്ചരിച്ച വാഹനമാണ് ശനിയാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ടത്. 5 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സ്വദേശി ഓടിച്ച വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ മേഴ്സിയുടെ ശരീരത്തിൽ വാഹനത്തിന്റെ ചക്രം കയറിയിറങ്ങിയാണ് ഇവർ മരിച്ചത്. കൊട്ടാരക്കര കൈതപ്പറമ്പ് വലിയ വിള പടിഞ്ഞാറ്റിൽ കുടുംബാംഗമാണ് ഇവർ. ഭർത്താവ് നെല്ലിക്കുന്നം നെട്ടാറ വീട്ടിൽ ബിജുമോൻ സാമുവലാണ്. മകൾ ബെറ്റി ബിജുവാണ്. അതിനിടയിൽ കൊല്ലം ജില്ലയിലെ ചവറ പത്മ സ്വദേശി മഠത്തിൽ ആശിഷ് വാസു എന്ന ജയൻ യമൂവിൽ നിര്യാതനായി. ഇദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് യമൂവിലെ താമസ സ്ഥലത്തെ മുറിയിൽ ആശിഷ് വാസുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 5 മാസമായി ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു ഇദ്ദേഹം. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലുള്ള മോർച്ചറിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.